xy is equal to 4x cube y. Find the maximum value of a directional derivative at minus 1, 1 and find the unit vector in which the maximum value occur. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം മിനിമം വാല്യൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു DUF ഇത് എപ്പോഴാണ് ഇതിന് മാക്സിമം വാല്യൂ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. ഇതിന്റെ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടെത്തിയിരുന്നു നോം ഡെൽ എഫ് ആണ് അല്ലെ. അതുപോലെ DUFന്റെ മിനിമം വാല്യൂ പറഞ്ഞിരുന്നു മൈനസ് നോം ഡെൽ എഫ് ആണ്. പിന്നെ DUF 0 ആണെന്നുണ്ടെങ്കിൽ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് പറഞ്ഞിരുന്നു. DU ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം ഉണ്ടായിരിക്കും. മാക്സിമത്തിനാണെങ്കിൽ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. അങ്ങനെ നമുക്ക് യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം വാല്യൂ ഓഫ് എ ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മാക്സിമം വാല്യൂ കാണാം. മാക്സിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെൽ എഫ് ഓഫ് എക്സ് വൈ ആണ് അല്ലെ. ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ജെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഡെൽ എഫ് ഓഫ് എക്സ് വൈന്റെ പ്ലേസിൽ എന്താണ് ടു മൈനസ് 1 1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് എഫ് എക്സ് ഓഫ് മൈനസ് 1 1 ഐ പ്ലസ് എഫ് വൈ ഓഫ് മൈനസ് 1 1 ജെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ്. എഫ് എന്താണ് 4x ക്യൂബ് y. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 4 into 3x² എന്ന് പറയുമ്പോൾ 12x² y വരും. അറ്റ് 1 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഡോ ബൈ ഡോ എക്സ് അറ്റ് 1 മൈനസ് 1 1 അല്ലേ. മൈനസ് 1 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ എക്സിന്റെ പ്ലേസിൽ മൈനസ് 1 ഉം വൈന്റെ പ്ലേസിൽ 1 ഉം കൊടുക്കും. അപ്പൊ എന്തൊരു 12 into മൈനസ് 1 ഹോൾ സ്ക്വയർ into 1 വരും. ദാറ്റ് ഈസ് 12 into മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ 12 വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എഫ് എക്സ് 12 ആണ് കിട്ടി. അതുപോലെ ഇനി എഫ് വൈ ആണ് ഡോ വൈ ഓഫ് 4x ക്യൂബ് വൈ അറ്റ് മൈനസ് 1 1 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും, ഈക്വൽ ടു ഇതിവിടെ വിത്ത് റെസ്പെക്ട് നമ്മൾ വൈയിലാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് വരും 4x ക്യൂബ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4 into 1 മൈനസ് 1 ക്യൂബ് അല്ലേ, മൈനസ് 4 എന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഡോ എക്സ് എഫ് എക്സ് കിട്ടി എന്താണ് 12 ആണ്, എഫ് വൈ കിട്ടി മൈനസ് 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡെൽ എഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 12i മൈനസ് 4j. അപ്പൊ ഇതാണ് ഡെൽ എഫ് ഓഫ് മൈനസ് 1 1 കിട്ടി. അപ്പൊ നമുക്ക് ഡെൽ എഫ് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഒക്കെ. അപ്പം ആദ്യം ഡെൽ എഫ് കിട്ടി. അപ്പൊ നമുക്ക് അതിന് ഫൈൻഡ് മാക്സിമം വാല്യൂ കാണണം. എങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, മാക്സിമം ഓഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഡെൽ എഫ് ആണ് അല്ലെ. നോം ഡെൽ എഫ് ആണ് എന്ത് വരുന്നത്, മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മാക്സിമം ആകുമ്പോൾ നോം ഡെൽ എഫ് ആണ്, മിനിമം ആകുമ്പോൾ അതിന്റെ നെഗറ്റീവ് വരും എന്നുള്ളത്. അപ്പൊ നോം ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ നോം ഡെൽ എഫ് എന്താ നമുക്ക് കിട്ടിയത് 12i മൈനസ് 4j അല്ലെ, ഈക്വൽ ടു റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്ത് വരും, 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 പ്ലസ് 16 വരും ടു റൂട്ട് ഓഫ് 116 വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് എങ്ങനെ എഴുതാം, ഒരു 16 4 ഔട്ട് സൈഡ് എടുത്താൽ 4 റൂട്ട് 10 വരും അല്ലെ. 16 എന്ന് പറഞ്ഞാൽ 4 റൂട്ട് 10 വരും. അപ്പൊ നമുക്ക് നോം ഡെൽ എഫ് കിട്ടി എന്താണ് 4 റൂട്ട് 10. അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നോം ഡെൽ എഫ് എന്താന്ന് കിട്ടി 4 റൂട്ട് 10 ആണ് കിട്ടി. ഇനി അടുത്തത് എന്താ കണ്ടത്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ആണ് അല്ലെ. യൂണിറ്റ് വെക്ടർ നമ്മൾ മാക്സിമം വാല്യൂനാകുമ്പോൾ യൂണിറ്റ് വെക്ടർ എന്താ പറയുന്നത്, ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഡെൽ എഫ് കിട്ടിയിരുന്നു. ഡെൽ എഫ് ഓഫ് മൈനസ് 1 1 എന്താ കിട്ടിയിരുന്നത് 12i മൈനസ് 4j ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വെക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 12i മൈനസ് 4j ഡിവൈഡഡ് ബൈ നോം 12i മൈനസ് 4j അല്ലേ. ഇങ്ങനെ നമ്മൾ യൂണിറ്റ് വെക്ടർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള വെക്ടർ ആണോ അതിന്റെ നോം. അപ്പൊ നമുക്ക് ഇവിടെ സെയിം ഡയറക്ഷൻ ആണെന്ന് അറിയാം, മാക്സിമം വാല്യൂവിനൊക്കെ സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ അതിന്റെ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ നോം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 12i മൈനസ് 4j ഡിവൈഡഡ് ബൈ ഇതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്താണ് 4 റൂട്ട് 10 ആണെന്നുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 12 by 4 root 10 I minus 4 by 4 root 10
ജെ ഈക്വൽ ടു ഇതിനെങ്ങനെ നമുക്ക് ചെറുതാക്കാം 3 അല്ലേ 3/√10i മൈനസ് 1/√10j. ഇതാണ് എന്ത് വരുന്നത് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ഓഫ് -1 1. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടറും കിട്ടി, അതുപോലെ തന്നെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ വരുന്നത് നോം ഡെൽ എഫ് ആണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള പ്രോബ്ലം ആണ് ഇത്. 3D-യിലാണ് അല്ലേ, 3 ഡയമെൻഷണൽ സ്പേസിലാണെന്നുള്ളൂ. അപ്പോൾ ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് f of x y z is equal to x cube z square plus y cube z plus z minus 1 decreases most rapidly at 1 minus 1 and find the rate of change of f at 1 minus 1 in that direction. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ കണ്ടുകൊടുത്ത് ഇവിടെ മിനിമം വാല്യൂ ആണ് അല്ലേ. അതായത് യൂണിറ്റ് വെക്ടർ തന്നെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡലി. ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മിനിമം വാല്യൂ ആണ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു DUF, അതായത് ഇത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ മിനിമം വാല്യൂ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡലി ഇവൻ എപ്പോഴാണ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെ, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ് വെക്ടർ ഇൻ ദാറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ u is equal to minus del f divided by അതിന്റെ നോമാണ് വരിക അല്ലെ, അതിന്റെ നോമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫോമിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡെൽ എഫ് കാണാം. ഡെൽ എഫ് കണ്ടതിന് ശേഷം അതിന്റെ നെഗറ്റീവ് എടുക്കുക. അപ്പൊ നമുക്ക് ഡിക്രീസ് ചെയ്യുന്ന വാല്യൂ കിട്ടും അല്ലെ. ഡിക്രീസ് എവിടെയാണ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത് എന്ന് കിട്ടും. പിന്നെ ആ ഫംഗ്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന വെക്ടറിന്റെ നെഗറ്റീവ് സൈൻ, അതായത് നേരെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് അതിന്റെ നോം കൊടുക്കുക. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കാൽക്കുലേറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ എന്താ പറയുന്നത്, ഇൻക്രീസിംഗ് ആകുമ്പോൾ മാക്സിമം വാല്യൂ നോം ഡെൽ എഫ് എന്ന് പറയും. ഡിക്രീസിംഗ് ആകുമ്പോഴോ നെഗറ്റീവ് ഓഫ് ഡെൽ എഫ് അല്ലെ. നോം ഡെൽ എഫ് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു മാഗ്നിറ്റ്യൂഡിന്റെ നെഗറ്റീവ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഡിക്രീസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇവിടെ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് എഫ് എക്സും എഫ് വൈയും എഫ് സെഡും കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം എഫ് എക്സ് ഓഫ് 1 മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് എക്സ് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്താണ്, എക്സ് ക്യൂബ് സെഡ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് സെഡ് പ്ലസ് സെഡ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും, 3x സ്ക്വയർ സെഡ് സ്ക്വയർ പ്ലസ് y ക്യൂബ് z, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പൊ അത് 0 ആയി പോകും. പ്ലസ് z മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, 3x സ്ക്വയർ z സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു, ഇത് നമ്മൾ എക്സിന്റെ വാല്യൂ എത്രയാണ് 1, y 1 ആൻഡ് z മൈനസ് 1. അപ്പൊ എന്ത് വരും, 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു മൈനസ് 1 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എഫ് എക്സ് 3 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എഫ് എക്സ് 3 ആണെന്ന് കിട്ടി. അതുകൊണ്ട് എഴുതാം എഫ് എക്സ് ഈക്വൽ ടു 3 ആണ്. അപ്പൊ അതുപോലെ ഇനി എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് വൈ ഓഫ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ക്യൂബ് സെഡ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് സെഡ് മൈനസ് പ്ലസ് സെഡ് മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. ഇത് കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. അപ്പൊ ഇവിടെ എന്ത് വരും, 3y സ്ക്വയർ സെഡ് അതൊക്കെ പോകും അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും, 3 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y 1 ആണ്, 1 സ്ക്വയർ ഇൻറ്റു മൈനസ് 1 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു -3 എന്ന് വരും. -3 ആണ് എഫ് വൈ വരുന്നത്. എഫ് വൈ ഈസ് ഈക്വൽ ടു -3. ആൻഡ് എഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, എഫ് സെഡ് ഓഫ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് ക്യൂബ് സെഡ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് സെഡ് പ്ലസ് z മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു z സ്ക്വയറിന്റെ എന്ത് വരും, 2z പ്ലസ് വൈ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, z-ന്റെ 1 വരും അല്ലേ. ദാറ്റ് ഈസ് വൈ ക്യൂബ് പ്ലസ് z ഉണ്ട്, അതിന്റെ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ക്യൂബ് ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ക്യൂബ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -2 അല്ലേ, -2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ എഫ് സെറ്റ് എന്താന്ന് കിട്ടി 0 ആണ്. സെറ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? del f of x y z equal to fx of 1 1 minus 1 I plus fy of 1 1 minus 1 j plus fz of 1 1 minus 1 k അല്ലേ. that is equal to അതെന്താണ്? fx 3i plus fy എന്താ വരുന്നത്? -3j plus 0k ആണ് അല്ലേ. that is equal to 3i minus 3j എന്നാണ് എന്ത് വരുന്നത്? del f of 1 1 minus 1 വരുന്നത്. എക്സ് വൈ സെഡ് 1 1 മൈനസ് 1. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് അല്ലേ. ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ യൂണിറ്റ് വെക്ടർ എങ്ങനെയായിരിക്കും? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള വെക്ടറിന്റെ നെഗറ്റീവ് സൈൻ നമ്മൾ എടുക്കണം. അതിന്റെ ഡയറക്ഷനിലാണ് എന്ത് വരിക? നമ്മളുടെ യൂണിറ്റ് വെക്ടർ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് 3i മൈനസ് 3j എന്നുള്ളതാണ് നമ്മുടെ ഡെൽ എഫ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് ഡെൽ എഫ് അല്ലെ. മൈനസ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്തൊരു? മൈനസ് 3i പ്ലസ് 3j എന്ന് വരും. ഇതാണ് നമ്മളുടെ മൈനസ് ഡെൽ എഫ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ് ഈസ് യു ഈക്വൽ ടു മൈനസ് 3i പ്ലസ് 3j ഡിവൈഡഡ് ബൈ നോ. ഇതിന്റെ നോ അല്ലെ. നോ മൈനസ് 3i പ്ലസ് 3j ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3i പ്ലസ് 3j ഡിവൈഡഡ് ബൈ ഇതിന്റെ നോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് മൈനസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വരും. That is equal to minus 3i plus 3j divided by root of ഇതൊരു 9 plus 9 ഉണ്ടാവും അല്ലേ. അതായത് 2 times 9 ആയിരിക്കും. 2 times 9 ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ 9 നമുക്ക് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് എഴുതാം? that is equal to minus 3i plus 3j divided by അത് 9 ഔട്ട്സൈഡ് വരുമ്പോൾ 3 ആവും. 3 root 2 എന്ന് വരും. that is equal to ആ 3 ഉം 3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊരു മൈനസ് 1 ബൈ റൂട്ട് 2i പ്ലസ് 1 ബൈ റൂട്ട് 2j. ഇതാണ് എന്ത് വരുന്നത്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡലി. നെക്സ്റ്റ് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ. ഈ ഡയറക്ഷനിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി യു എഫിന്റെ നോം ആണ് അല്ലേ. നോം ഡെൽ എഫ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് ഡി യു എഫ് ഓഫ് 1 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നോം ഡെൽ എഫിന്റെ നേരെ നെഗറ്റീവ് ആണ് വരിക. ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൽ എഫ് ആണെന്നും ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള മാഗ്നിറ്റ്യൂഡിന്റെ നെഗറ്റീവ് ആണ് വരിക അല്ലേ. നോം ഡെൽ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഡെൽ എഫ് എന്താണെന്നുള്ളത് അല്ലെ. ഡെൽ എഫ് കിട്ടിയതിന്റെ നെഗറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ ഡിക്രീസിങ്ങിന്റെ കേസ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ ഡെൽ എഫ് എന്താണോ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. മൈനസ് 3i പ്ലസ് 3j. ആ ഡയറക്ഷനിലാണ് നമ്മളോട് റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചിട്ടുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് ഇൻ ദാറ്റ് ഡയറക്ഷൻ നമുക്ക് കിട്ടിയ ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്താണ്? റൂട്ട് 3 റൂട്ട് 2 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 3 റൂട്ട് 2 എന്നുള്ളതാണ് റേറ്റ് ഓഫ് ചേഞ്ച് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലം നോക്ക്. ദ ടെമ്പറേച്ചർ ഇൻ എ റെക്ടാങ്കുലർ ബോക്സ് ഈസ് approximated by t of xyz is equal to xyz into 1 minus x, 2 minus y, 3 minus z. 0 less than or equal to x less than or equal to 1 and 0 less than or equal to y less than or equal to 2, 0 less than or equal to z less than or equal to 3. If a mosquito is located at 1 by 2, 1, 1, in which direction should it fly to cool off as rapidly as possible? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ ഞെട്ടണ്ട. ഇതിപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കൂൾ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ത്തി കൊടുക്കുക. ഡിക്രീസിങ് ആണോ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇതിന് ക്ലിയർ ആയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ടെമ്പറേച്ചർ, ഒരു റെക്ടാങ്കുലർ ബോക്സിലുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ഇൻറ്റു 1 മൈനസ് എക്സ്, 2 മൈനസ് വൈ, 3
3 - z എന്നുള്ള ഫംഗ്ഷനിലാണ്. അവിടെ എക്സ് വാരി ചെയ്യുന്നത് 3D ലാവുകൊണ്ടന്നെ 0-ന്റെയും 1-ന്റെയും ഇടയിലും y 0-2-ന്റെയും z 0-3-യുടെ ഇടയിലാണ്. ഒരു മോസ്കിറ്റോ ലൊക്കേറ്റ് ചെയ്യുന്ന ഫ്ലൈ ചെയ്യുന്ന ഒരു പൊസിഷൻ നമുക്ക് 3D ലാവുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അതായത് 1/2 1 1 ഉള്ള ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഡയറക്ഷനിലാണ് മോസ്കിറ്റോ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഇറ്റ് ഫ്ലൈ, ഏത് ഡയറക്ഷനിൽ അത് ഫ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കൂൾ ഓഫ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ കൂൾ ഓഫ് റാപ്പിഡലി പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എന്താണ്, ടി ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ് 1 - x 2 - y ആൻഡ് 3 - z ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഇറ്റ് ഫ്ലൈ, ഏത് ഡയറക്ഷനിലാണ് നമുക്കപ്പോൾ ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കൂൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് താഴ്ത്തുന്നതാണ് അല്ലെ, ഡിക്രീസ് ചെയ്യുന്നതാണ്. ഡിക്രീസസ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ആദ്യം ഡെൽ ടി അല്ലെ, ഡെൽ ടി ഓഫ് എക്സ് വൈ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് മോസ്കിറ്റോ ലൊക്കേറ്റ് ചെയ്യുന്ന നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട് എവിടെയാണ്, 1/2 1 1-ലാണ്. അപ്പൊ നമുക്ക് ഡെൽ ടി ഓഫ് 1/2 1 1 കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കൂൾ ഓഫ് ഇൻ വിച്ച് ഡയറക്ഷൻ എന്നാ ചോദിച്ചില്ലേ, അപ്പൊ ഇതിന്റെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. നമുക്ക് കിട്ടുന്ന വെക്ടർ എന്താണോ അതിന്റെ നേരെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. നെഗറ്റീവ് ഡയറക്ഷനിൽ ഈ ഒരു മോസ്കിറ്റോ ഫ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് ഈ ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും, ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡെൽ ടി ഓഫ് 1/2 1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം, ടി എക്സ് 1/2 1 1 I പ്ലസ് ടി വൈ 1/2 1 1 j പ്ലസ് ടി സെറ്റ് 1/2 1 1 k അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ടി എക്സ് ഓഫ് 1/2 1 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ടി ആണ് അല്ലേ. ടി എന്ന് പറയുന്നത് എന്ത് വരും, എക്സ് വൈ സെറ്റ് 1 - x 2 - y ആൻഡ് 3 - z ആണ്. ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സിനെ വൈ നമ്മൾ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്രയും വാല്യൂ വരും, അതായത് വൈ സെറ്റ് ഇൻറ്റു 1 - x 2 - y 3 - z ഇൻറ്റു വീണ്ടും ഇതിന്റെ ഡെറിവേറ്റീവ് വരും. അതായത് ഇവിടെ ഒരു -1 ഉണ്ടായിരിക്കും, ബാക്കി ഇത്രയും ടേമുകൾ, അതായത് -xyz ഇൻറ്റു 2 - y ഇൻറ്റു 3 - z ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇനി 1/2 1 1 കൊടുക്കുക. അതായത് വൈന്റെ പ്ലേസിൽ എന്ത് വരും, 1 ഇൻറ്റു 1 1 - 1/2 2 - 1 3 - 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് 1/2 1 1 വരും ഇൻറ്റു 1 ഇൻറ്റു 1 2 - 1 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 - 1/2 പറഞ്ഞാൽ 1/2 അല്ലേ. 1/2 ഇൻറ്റു 2 - 1 എന്ന് പറഞ്ഞാൽ 1 ഉണ്ടായിരിക്കും, 3 - 1 2. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ഇവിടെ എന്തുണ്ടായിരിക്കും, 1/2 ഇൻറ്റു 2 - 1 3 - 1 അപ്പോൾ ഇത് 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1 പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് ടി എക്സ് എന്താണെന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. ഇനി അതുപോലെ എന്ത് ചെയ്യാം, ടി വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ടി വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ടി വൈ ഓഫ് 1/2 1 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ടി അല്ലേ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ സെഡ് 1 - x 2 - y ആൻഡ് 3 - z ഈക്വൽ ടു ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് വൈ ഉണ്ടാവില്ല, എക്സ് സെഡ് 1 - x 2 - y 3 - z വീണ്ടും ഇതിൻ്റെ വരും, അതായത് എന്തൊരു മൈനസ് എക്സ് വൈ സെഡ് ഇൻറ്റു 1 - x 3 - z ഈക്വൽ ടു ഇതിനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു 1 1 - 1/2 2 - 1 3 - 1 മൈനസ് 1/2 ഇൻറ്റു 1 ഇൻറ്റു 1 1 - 1/2 3 - 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇതും 0 കിട്ടും, ഇത് രണ്ട് സെയിം ടേം തന്നെയാണ് അല്ലേ. അതായത് ഇവിടെ 3 - 1 3 - 1 1 - 1/2 3 - 1 പറഞ്ഞാൽ 1, അപ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ ഇതും ടി വൈയും നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. ഇനി ടി സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം.
tz of 1 by 2 1 1 that is equal to dou by dou z of t എന്ന് പറയുന്നത് x y z 1 minus x 2 minus y and 3 minus z equal to നമുക്ക് ഇങ്ങനെ z ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം x y 1 minus x 2 minus y and 3 minus z മൈനസ് വീണ്ടും ഇത് വരും അല്ലേ, അതായത് മൈനസ് എക്സ് വൈ സെഡ് ഇൻറ്റു 1 minus x 2 minus y. ഇവിടെ 1/2 ഇൻറ്റു 1 1/2 വരും, പിന്നെ 1 minus 1/2 ഉണ്ട്, അത് 1/2 ആയിരിക്കും. 2 minus 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 3 minus 2 പറഞ്ഞാൽ 2 വരും. മൈനസ് ഇവിടെ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1 1 ആര് ബാക്കി 1 minus 1/2 പറഞ്ഞാൽ 1/2 2 minus 1 പറഞ്ഞാൽ 1 വരും. അതായത് ഇവിടെ എന്തൊരു 1/4 ഇൻറ്റു 2 minus 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പൊ നമുക്ക് ടി എക്സ് കിട്ടി 0, ടി വൈ കിട്ടി 0 ആൻഡ് ടി സെഡ് എന്താ കിട്ടിയത് 1/4 എന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് ഗ്രേഡിയന്റ് വെക്ടർ എങ്ങനെ എഴുതാം? ഗ്രേഡിയന്റ് വെക്ടർ del t of 1/2 1 1 1 ഉള്ള ഈ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? ടി എക്സ് എന്താ കിട്ടിയത് 0 അല്ലെ, 0i plus 0j plus 1/4k. അതായത് 1/4k എന്നുള്ളതാണ് നമ്മളുടെ del t of 1/2 1 1 എന്ന് പറയും. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഫ് മോസ്കിറ്റോ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻ വിച്ച് ദ ഡയറക്ഷൻ ഷുഡ് ഇറ്റ് ഫ്ലൈ ടു കൂൾ ഓഫ് ആസ് റാപ്പിഡലി ആസ് പോസിബിൾ എന്നാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കിട്ടിയതിൻ്റെ എന്ത് കൊടുക്കണം? നെഗറ്റീവ് ഡയറക്ഷൻ കൊടുക്കണം അല്ലേ. അതായത് മൈനസ് ഡെൽ ടി ഓഫ് 1/2 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4k എന്നുള്ളതാണ് എന്ത് വരുന്നത്?